ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററിൽ നമ്മളവിടെ ആ ഒരു ഫസ്റ്റ് കേസ്, അതായത് നമുക്ക് 3 കോൺഫിഗറേഷൻ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ട്രാൻസിസ്റ്റർ നമുക്ക് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്, ത്രീ ടെർമിനൽ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടെർമിനൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, കോമ്പിനേഷൻ വൈസ് മാത്രമേ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ടെർമിനൽ എപ്പോഴും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മളിവിടെ 3 ഡിഫറെന്റ് കണക്ഷൻസ് നമ്മളോട് പറഞ്ഞു. ഓക്കെ, 3 ഡിഫറെന്റ് കണക്ഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലൊന്ന് പറഞ്ഞാണ് സി ബി കോൺഫിഗറേഷൻ, നെക്സ്റ്റ് വൺ ആണ് എന്ത് സിഇ കോൺഫിഗറേഷൻ, ആൻഡ് തേർഡ് വൺ ആണ് എന്ത് പറയുന്നത് സി സി കോൺഫിഗറേഷൻ നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സി ബി, സിഇ ആൻഡ് സി സി. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ കോൺഫിഗറേഷൻ ആയ സി ബിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് കളക്ടർ കറണ്ട് വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് അതിൽ ഓരോ സിറ്റുവേഷൻസ്, അതായത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, ഇൻപുട്ടും അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വന്നിട്ട് ആൽഫ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ആണ്. ഓക്കെ, ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ആണ് നമുക്ക് എന്ത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വി സി ബി. ഓക്കെ, കോൺസ്റ്റന്റ് വി സി ബിയിൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ് എന്ത് ഇ ആണ്. ഓക്കെ, ഐ ബി അല്ല, ഐ ആണ് എന്ത് ആൽഫ എന്ന് പറയുന്ന കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഫോർ ദ സി ബി കോൺഫിഗറേഷൻ എന്നിവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് സിഇ കോൺഫിഗറേഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ സിഇ കോൺഫിഗറേഷൻ. ഓക്കെ, സിഇ. ഓക്കെ, അപ്പോൾ എന്താണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ആര് കോമൺ ആയിരിക്കും? ഇൻപുട്ട് സെക്ഷൻ നോക്കിയാലും ഔട്ട്പുട്ട് സെക്ഷൻ നോക്കിയാലും അവിടെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് ആരുണ്ടാകും? രണ്ടുപേർക്കും കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ആരാണ്? എമിറ്റർ സെക്ഷൻ. ഓക്കെ, എമിറ്റർ പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എമിറ്റർ ടെർമിനലാണ് രണ്ടുപേർക്കും അവിടെ കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ എമിറ്റർ വിൽ ബി കോമൺ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നു. ട്രാൻസിസ്റ്റർ വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എമിറ്റർ സെക്ഷനും നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എമിറ്റർ സെക്ഷൻ ഇവിടെ വരയ്ക്കുകയാണ്. സോറി, നമ്മുടെ ബേസ് ആണ്. ഓക്കെ, ബേസ് അവിടെ ഡ്രോ ചെയ്തു. ഇത് നമ്മുടെ എമിറ്റർ സെക്ഷൻ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഇത് എമിറ്റർ സെക്ഷൻ. ദെൻ അടുത്ത നമ്മുടെ കളക്ടർ സെക്ഷൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മുടെ കളക്ടർ സെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, കളക്ടർ നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണം. ഔട്ട്പുട്ട് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? നമ്മൾ കണക്ട് ചെയ്യുന്നത് കളക്ടറിലാണ്. ഓക്കെ, ഔട്ട്പുട്ട് നമ്മളിവിടെ കളക്ടറിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തു. ദെൻ അടുത്ത് എന്ത് ചെയ്യുക, എമിറ്റർ രണ്ടിനും കോമൺ ആണ്. ഓക്കെ, എമിറ്റർ രണ്ടുപേർക്കും കോമൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് കളഞ്ഞ് ഞാനിപ്പോൾ റഫ് ആയിട്ട് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആ ഒരു കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ആ ഒരു ഫിഗർ മാത്രം, എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വോൾട്ടേജ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, വോൾട്ടേജ് കണക്ട് ചെയ്തു. ദെൻ ഇവിടെ എന്താ, ബേസിൽ ഇൻപുട്ട് കൊടുക്കണം. ഓക്കെ, ബേസിൽ എന്ത് ചെയ്യുക, സിഗ്നൽ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സിഗ്നൽ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ്, ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. എന്തിൻ്റെയാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ബേസ് ആണ്. ഓക്കെ, ഒരു ബേസ് കറണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇതുവഴി പോവുകയാണ്. ഓക്കെ, ഒരു ബേസ് കറണ്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിഗ്നൽ കൊടുക്കും. ഓക്കെ, സിഗ്നൽ എന്ന് എടുക്കാം. സിഗ്നൽ ഇതുവഴി പോകുന്ന നമ്മുടെ എമിറ്റർ കറണ്ടാണ്. ഐ ഇ എന്ന് പറയുന്ന എമിറ്റർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇതുവഴി ഫ്ലോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കളക്ടർ കറണ്ട്, ഐ സി എന്ന് പറയുന്ന കളക്ടർ കറണ്ട്. ആൻഡ് ഇത് നമ്മുടെ ആർ സി എന്ന് പറയുന്ന എന്താണ്, നമ്മുടെ കളക്ടറിൽ വെക്കുന്ന റെസിസ്റ്റർ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് മെഷർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് അവിടെ മെഷർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ വോൾട്ടേജ് വി സി സി എന്ന് പറയുന്ന വോൾട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വി ബി ബി എന്ന് പറയുന്നത് എന്താണ്, ബേസിൽ വരുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ദിസ് ഷോസ് ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഫോർ എ എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. പി എൻ ബി ആവുന്ന സമയത്ത് എന്ത് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ആ ബാറ്ററി സോഴ്സ് ഒന്ന് റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്താൽ മതിയാവും. ആരും റിവേഴ്സ് ചെയ്യുക, ബാറ്ററി സോഴ്സസ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. കാറിന്റെ ഡയറക്ഷൻ കൂടി എന്ത് ചെയ്യും, അവിടെ റിവേഴ്സ് ചെയ്യും. ഓക്കെ, അത്രയും മാത്രം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വ്യത്യാസമായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാരണം ഇപ്പോൾ എക്സാമിനേഷനെ എടുത്ത് ചോദിക്കത്തില്ല, ഏതെങ്കിലും വരയ്ക്കാനേ പറയത്തുള്ളൂ. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, അവിടെ അറിഞ്ഞിരിക്കുക. വേറൊന്നുമില്ല, ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് നമ്മളിവിടെ വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് എന്ത്, ഈസ് ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഹെഡിങ് കൊടുക്കാം, എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
characteristics of CE. ഓക്കെ, CE കോൺഫിഗറേഷൻ. അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് എന്ത് ചെയ്യുക, അവിടെ ഡ്രോ ചെയ്യുക, ട്രാൻസ്ഫർ വരയ്ക്കുന്നു. ദെൻ എന്താണ് അതിൻ്റെ ബാക്കി ഡയഗ്രാംസ് ഒക്കെ. ഓക്കെ, നമ്മുടെ കളക്ടർ എമിറ്റർ കോമൺ ആക്കി വരയ്ക്കുന്നു, നമ്മുടെ ബേസ് ഇത് കളക്ടർ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു മില്ലി അമീറ്റർ കണക്ട് ചെയ്യും. ഓക്കെ, മില്ലി അമീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യും. എന്തിനാണ്, കറണ്ട് മെഷർ ചെയ്യാൻ, ഔട്ട്പുട്ട് കറണ്ട് മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് സെക്ഷൻ കൊടുക്കുന്നു. ഇൻപുട്ട് സെക്ഷനിൽ എന്ത് ചെയ്യുക, ഒരു മില്ലി അമ്മീറ്റർ. ഓക്കെ, മില്ലി അല്ല, ഇവിടെ നമ്മൾ മൈക്രോ അമ്മീറ്റർ ആണ്. കാരണം ബേസ് കറണ്ട് നമുക്ക് വളരെ കുറവാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ബേസ് കറണ്ട് കുറവായതുകൊണ്ട് തന്നെ ബേസ് കറണ്ട് നമുക്ക് മൈക്രോ ആംബിയർ റേഞ്ചിൽ, മില്ലിയെക്കാട്ടും കുറവാണ് മൈക്രോ. ഓക്കെ, മൈക്രോ ആംബിയർ റേഞ്ചിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റിയോസ്റ്റാറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു. റിയോസ്റ്റാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ VBB എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, BBB വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, റിയോസ്റ്റാറ്റ് അവിടെ കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാം. റിയോസ്റ്റാറ്റ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡിലാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, VBB എന്ന വോൾട്ടേജ്. ദെൻ അടുത്ത് എന്ത് ചെയ്യുകയാണ്, സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു അമ്മീറ്റർ കണക്ട് ചെയ്തല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ, ഒരു വോൾട്ട് മീറ്റർ അവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, റിയോസ്റ്റാറ്റ് അവിടെ ഔട്ട്പുട്ട് സെക്ഷനിൽ നമുക്ക് വേരി ചെയ്യാനായിട്ടൊരു റിയോസ്റ്റാറ്റ് അവിടെ കണക്ട് ചെയ്തേക്കാം. ഓക്കെ, റിയോസ്റ്റാറ്റ് അവിടെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ ബേസ് എമിറ്റർ നമ്മൾ കണക്ട് ചെയ്തില്ല. എമിറ്റർ ഞാൻ ഇവിടെ ഇപ്പോൾ കണക്ട് ചെയ്തു. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൂടി വേണം, കാരണം ഇവിടുത്തെ കറണ്ട് നമുക്ക് മെഷർ ചെയ്യണമല്ലോ. വോൾട്ട് മീറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും പ്ലേസ് ചെയ്തു. ഓക്കെ ആണോ. ബാറ്ററി സോഴ്സ് വേണം കേട്ടോ, ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് കൂടി കണക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, ദിസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CE കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കറണ്ടിൻ്റെയൊക്കെ ഡയറക്ഷൻ വരച്ച് വയ്ക്കുക. ബേസ് കറണ്ട് ഉണ്ട്. ഓക്കെ, IB എന്ന് പറയുന്ന ബേസ് കറണ്ട് ഉണ്ട്. ദെൻ ഇവിടെ IE എന്ന് പറയുന്ന എമിറ്റർ കറണ്ട് ഉണ്ട്. ഓക്കെ, എമിറ്റർ കറണ്ട് ഉണ്ട്. ദെൻ വേറെ എന്തുണ്ട്, ഇവിടെ നമുക്ക് IC എന്ന് പറയുന്ന കളക്ടർ കറണ്ട്, സോറി കളക്ടർ കറണ്ട്. ഓക്കെ, എമിറ്റർ അല്ല, കളക്ടർ കറണ്ട്. ഇതിനകത്ത് IC കളക്ടർ കറണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുന്നത്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ ഇൻപുട്ട് സെക്ഷൻ ആൻഡ് ഇതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ ഇവിടെ കണക്ട് ചെയ്തു, ഔട്ട്പുട്ട് സെക്ഷൻ ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ പോലെ തന്നെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നോക്കണം. ഓക്കെ, അപ്പോൾ ബേസ് കറണ്ട് IB ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബേസ് കറണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഇവിടെ ഈ ഒരു മൈക്രോ ആംബിയർ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻപുട്ട് ക്യാരക്ടർ നോക്കാനായിട്ട്, ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ക്യാരക്ടർ ആണ് മെഷർ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇൻപുട്ട് ക്യാരക്ടർ മെഷർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുകയാണ്, ഫസ്റ്റ് നമ്മൾ എന്ത് കോൺസ്റ്റന്റ് ആക്കണം, നമുക്ക് ബേസ് കറണ്ട് ആണ് മെഷർ ചെയ്യേണ്ടത്. കറണ്ട് ആണ് നമ്മൾ എപ്പോഴും ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓക്കെ, VEB, ഓക്കെ, VCE, ഓക്കെ, അതായത് ഇവിടുത്തെ വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, VCC എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഈ ഒരു വോൾട്ടേജ് ദാറ്റ് ഈസ് VCE, അതായത് കളക്ടർ, ഇത് കളക്ടർ ആണ്, ഇത് എമിറ്റർ ആണ്, ഇതാണ് ബേസ്. അപ്പോൾ കളക്ടർ എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യുക, കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്താക്കി വെക്കണം, ഫിക്സ് ആക്കി വെക്കണം. ഓക്കെ, ഫിക്സഡ് എന്നല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, എന്ത് ചെയ്തു, അത് നമ്മളിവിടെ ഫിക്സ് ആക്കി വെച്ചു. VCനെ ഫിക്സ് ആക്കി, പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാനായിട്ട് പാടില്ല. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് മെഷർ ചെയ്യുക, കറസ്പോണ്ടിങ് നമ്മളിപ്പോൾ ആദ്യം ഒരു 0 വോൾട്ടിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യണം, 0 വോൾട്ടിൽ തന്നെ ഫിക്സ് ചെയ്യണം. അപ്പോൾ 0 വോൾട്ടിൽ ഫിക്സ് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ റിയോസ്റ്റേറ്റ് മെല്ലെ മൂവ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള IB നമ്മളിവിടെ മെഷർ ചെയ്യണം. ഓക്കെ, എന്താണ് ചേഞ്ച്, എന്തിനാ ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ബേസ് വോൾട്ടേജ്. ഓക്കെ, VBE ചേഞ്ച് ചെയ്യുക, മെഷർ, എന്തിനാ മെഷർ ചെയ്യണം, മെഷർ ദ ഇവിടുത്തെ കറണ്ട് എന്താണ്, IB എന്ന് പറയുന്ന കറണ്ട് അവിടെ മെഷർ ചെയ്യുക. ഓക്കെ ആണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ചേഞ്ച് ചെയ്യുന്നു, ചേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് മെഷർ ചെയ്യുന്നു, IB നമ്മളവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, IB ആണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്നപ്പോഴാണ് നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. എന്ന് അറിയപ്പെടുന്നുണ്ട്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്ത് നമ്മളിവിടെ എന്തൊക്കെയാണ് വേരി ചെയ്യുന്നത്, VBE, ഓക്കെ, ബേസ് എമിറ്റർ വോൾട്ടേജ് നമ്മളിവിടെ വേരി ചെയ്യുന്നത്. സോ ആ ഒരു ബേസ് എമിറ്റർ വോൾട്ടേജ് ഓൺ ദ എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിൽ ബേസ് എമിറ്റർ വോൾട്ടേജും ദെൻ നമ്മുടെ Y ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, Y ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ
ബേസ് കറണ്ടുമാണ്. IB എന്ന് പറയുന്ന ബേസ് കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മളത് മൈക്രോ ആംപിയർ റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബേസ് കറണ്ട് എപ്പോഴും വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് മൈക്രോ ആംപിയർ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ലാബിൽ പ്രാക്ടിക്കലി ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുവാണെങ്കിലും അപ്പോൾ ചെയ്യുന്ന സമയത്ത് അവിടെ മൈക്രോ ആംപിയർ കൊടുത്താലേ നമുക്ക് അവിടെ മെഷർമെന്റ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. മില്ലി ആംപിയറിൽ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം VC ഞാൻ 0യിൽ ഫിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഇവിടെ VB ചേഞ്ച് ചെയ്തുകൊണ്ട് IBയുടെ വാല്യൂ മെഷർ ചെയ്തത്. ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഗ്രാഫ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ ഗ്രാഫാണ് ദേ ഇങ്ങനത്തെ ഒരു കർവാണ് എനിക്ക് എന്ത് കിട്ടുന്നത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് എപ്പോഴത്തെ വാല്യൂ ആണ്? VCEയുടെ വാല്യൂ അവിടെ VCയുടെ വാല്യൂ ഈക്വൽ ടു 0 ആയിരുന്ന സമയത്ത്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷനിൽ 0 വോൾട്ട് കൊടുത്ത സമയത്താണ് എനിക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു ഗ്രാഫ് അവിടെ കിട്ടിയത്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ VCനെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഞാൻ അവിടെ 6 വോൾട്ട് ആക്കി മാറ്റുന്നു. ഓക്കെ, അതായത് ഞാൻ ഇൻപുട്ടിൽ എന്ത് ചെയ്തു? ഇവിടെ വേരി ചെയ്തിട്ട് ഇതിനെ അവിടെ 6 വോൾട്ട് ആക്കി വെച്ചു. ഓക്കെ, എന്ത് ചെയ്തു? 6 വോൾട്ട് ആക്കി വെച്ചു. അപ്പോൾ 6 വോൾട്ട് ആക്കി വെച്ച സമയത്ത് എനിക്ക് എന്ത് കിട്ടും? അവിടെ ഒരു ഗ്രാഫ് കിട്ടും. ആ ഒരു സമയത്ത് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കും? ഏകദേശം സെയിം ഷേപ്പുള്ള ഗ്രാഫാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു സമയത്ത് VCEന്റെ വാല്യൂ എന്തായിരുന്നു? അവിടെ 6 വോൾട്ട് ആയിരുന്നു. ഓക്കെ, എത്ര വോൾട്ടാണ് വന്നത്? 6 വോൾട്ട്. ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടി? സെയിം ഗ്രാഫ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻപുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്? ദ ഇൻപുട്ട് ക്യാരക്ടർ ഈസ് ദ ഗ്രാഫ് വിച്ച് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ VB on the horizontal axis or x axis and IB along the vertical axis or y axis. Okay, it is called as the input characteristics curve. Okay, അപ്പോൾ അത് നമ്മൾ VCEന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? അവിടെ ഫിക്സ് ആക്കി വയ്ക്കുന്നുണ്ട്. VCന്റെ വാല്യൂ ഓരോ പ്രാവശ്യം ഫിക്സ് ആക്കി വെക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈപ്പർ സൈഡിൽ ഇൻപുട്ട് സെക്ഷൻ നമ്മളിവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ VB ഡെൽറ്റ IB. ഓക്കെ, അപ്പോൾ ഞാൻ നമുക്കിനി ഇതിൽ ഗ്രാഫ് കിട്ടി ആ ഒരു അനാലിസിസ് നമുക്ക് പറയാം. അവിടെ എന്താണ്? അവിടെ ഫിക്സ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വേറെ വേരിയേഷൻ ഒന്നും വരുന്നില്ല എന്ന് നമുക്ക് അവിടെ പറയാം. ഇനി അടുത്ത് നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എടുക്കേണ്ടതിന്റെ ഇൻപുട്ട് റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെ നോക്കും? ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് എടുക്കേണ്ടത്? കാരണം നമുക്കിവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ടേക്കൺ ബൈ ഇൻപുട്ടിലുള്ള കറണ്ട് IB കറണ്ട്, ഇൻപുട്ടിലുള്ള വോൾട്ടേജ് VBE ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് എന്താക്കി എടുക്കാം? ഇത് നമുക്ക് ഡെൽറ്റ IB എന്നും ഇത് നമുക്ക് അവിടെ ഡെൽറ്റ VB എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ അവിടെ എടുക്കുവാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ RI എന്ന് വിളിക്കാം. RI ഈസ് ഈക്വൽ ടു ഡെൽറ്റ VBE. ഓക്കെ, ഡെൽറ്റ VBE ഡിവൈഡ് ബൈ ഡെൽറ്റ IB. ഓക്കെ, ഡെൽറ്റ VBE ഡിവൈഡ് ബൈ ഡെൽറ്റ IB എന്ന് പറയാം. ഇതാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വേറെ ഒന്നുമില്ല, ഇൻപുട്ടിലെ കറണ്ടും ഇൻപുട്ടിലെ വോൾട്ടേജും അത് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഗ്രാഫിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ സ്ലോപ്പ് കൊണ്ട് കാണിച്ചു തരുന്നത്. സ്ലോപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഇവിടെ ഓരോ പോയിന്റ്സ്, ഇപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് കിട്ടി. ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ഒരു ടെക്നിക്ക്, ഇതൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് VB കിട്ടുന്ന വാല്യൂ മൈനസ് ഈ ഒരു ഇവിടുത്തെ വാല്യൂ, രണ്ട് വാല്യൂസ് കിട്ടില്ല. അപ്പോൾ ഡിഫറൻസ് എടുക്കുക, നമുക്ക് ഡെൽറ്റ IB കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ഇതുപോലെ ഇങ്ങനെ വരച്ചു നോക്കുക. വരയ്ക്കുമ്പോൾ അവിടെ VBന് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യാൻ ഡിഫറൻസ് എടുക്കുക, അപ്പോൾ നമുക്ക് ഡെൽറ്റ VB കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ മെഷർമെന്റ് നമ്മൾ അതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ RIയുടെ വാല്യൂ ഗ്രാഫിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ഏതെങ്കിലും ഒരു കറണ്ടും ഏതെങ്കിലും വോൾട്ടേജ് എടുത്ത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. എക്സ്പ്രഷൻ നേരെ കൊണ്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഓക്കെ ആണല്ലോ, വേറെ ഡൗട്ട് വരാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പഠിച്ച അതേ കാര്യം തന്നെയാണ്. ജസ്റ്റ് IBയുടെയും ICയുടെ ഒക്കെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉള്ളൂ, കാരണം കോൺഫിഗറേഷൻ മാറ്റിയതുകൊണ്ട്. ഓക്കെ, വേറെ ഒരു വ്യത്യാസം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ ഇൻപുട്ട് ക്യാരക്ടർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? ഔട്ട്പുട്ട് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഔട്ട്പുട്ട് ക്യാരക്ടർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? അപ്പോൾ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ടിലെ വോൾട്ടേജ് വരെ നമുക്ക് അവിടെ VCയും അവിടുത്തെ കറണ്ട് ICയും ആണ്. ഓക്കെ, ICയും VCയും നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് കറണ്ടും വോൾട്ടേജും. ഓക്കെ, IC ആൻഡ് VCE. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എന്തിന് ഫിക്സ് ആക്കണം? ഇവിടെ നമ്മൾ നേരത്തെ വോൾട്ടേജ് ആണ് ഫിക്സ് ആക്കി വെച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ വോൾട്ടേജ് ഫിക്സ് ആക്കും. ഓക്കെ. ഇൻപുട്ട് ക്യാരക്ടർ നോക്കുമ്പോൾ അവിടെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സ് ആക്കി വെക്കും. പക്ഷേ ഔട്ട്പുട്ട് ക്യാരക്ടർ നോക്കുന്ന സമയത്തോ? ഔട്ട്പുട്ട് ക്യാരക്ടർ നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തിനെ കീപ്പ് ചെയ്യും? ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ ഓക്കെ ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ബേസ് കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് ഫസ്റ്റ് എന്ത് ഫിക്സ് ചെയ്യുക? ബേസ് കറണ്ട്. ബേസ് കറണ്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ. ബേസ് കറണ്ട് എന്താണ്? IB. ഓക്കെ. IB അവിടെ എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. ഓക്കെ. IB ഗോട്ട് ഫിക്സ്ഡ്. ഓക്കെ. അപ്പോൾ IB ഞാൻ അവിടെ ഫിക്സ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? IB ഫിക്സ് ആയി കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക? വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ പോയിട്ട് അവരുടെ എന്ത് ചെയ്താൽ മതി? ആ വോൾട്ടേജ് മാറ്റുക. വോൾട്ടേജ് മാറ്റിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് അവിടെ മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് VCE ആണ്. ഓക്കെ. ചേഞ്ച് ചെയ്യുക. ഓക്കെ. VCE ചേഞ്ച് ചെയ്യുക. മെഷർ എന്ത് മെഷർ ചെയ്യണം? ആ മെഷർ അവിടുത്തെ IC വാല്യൂ. ഓക്കെ. IC വാല്യൂ മെഷർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആ ഗ്രാഫ് പ്ലോട്ടിന്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ അവിടെ ഗ്രാഫ് പ്ലോട്ടിന്റെ വാല്യൂസ് നമ്മൾ ഈ IBനെ എന്ത് ചെയ്യും? ഓരോ വാല്യൂസിലോട്ട് ഫിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ IBയുടെ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ IBക്ക് തന്നെ ഒരു 0 മൈക്രോ ആമ്പിയർ കൊടുക്കുന്നു. ഓക്കെ. 0 മൈക്രോ ആമ്പിയർ മീൻസ് സിഗ്നൽ ഇല്ലാത്ത രീതിയിൽ. അടുത്ത് എന്ത് ചെയ്യുന്നു? IBയുടെ വാല്യൂ അവിടെ നമ്മൾ 50 മൈക്രോ ആമ്പിയറിലോട്ട് മാറ്റുന്നു. ദെൻ അതുപോലെ തന്നെ വെച്ച് ഈക്വൽ ടു 100 മൈക്രോ ആമ്പിയറിലോട്ട് മാറ്റുന്നു. ദെൻ 150 മൈക്രോ ആമ്പിയറിലോട്ട് മാറ്റുന്നു. ഓക്കെ. എന്ത് ചെയ്യണം? ഈ രീതിയിൽ നമ്മളിവിടെ ആമ്പിയർ മാറ്റി മാറ്റി അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കിയിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഇതുപോലെ നമുക്ക് ആ ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമ്മുടെ Y ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ IC എന്ന് പറയുന്ന കറണ്ട് ആണ്. ഓക്കെ. എന്താണ്? IC. കാരണം ഇവിടുത്തെ കറണ്ട് അല്ലേ മാറ്റുന്നത്? IC ഔട്ട്പുട്ട് സെക്ഷനിലെ കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ മാറ്റുന്നത്. ഓക്കെ. അപ്പോൾ IC എന്ന കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗ്രാഫിന്റെ Y ആക്സിസിൽ എടുക്കുന്നത്. ഇനി X ആക്സിൽ എന്തെടുക്കും? X ആക്സിൽ എടുക്കുന്നത് അവിടുത്തെ VC വാല്യൂ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസ് തന്നെയാണ്. VC വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എടുക്കുന്നത് എന്താണ്? VCE വാല്യൂ ആണ്. ഓക്കെ. VCE വാല്യൂ. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മുടെ IBയുടെ 0 വാല്യൂ. ഓക്കെ. IBക്ക് നമ്മൾ എന്ത് എടുത്തു? 0 ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ IBക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് എന്തിടും? ഇവിടുത്തെ ഗ്രാഫ് ഈ ഒരു രീതിക്കായിരിക്കും ഇവിടെ നമുക്ക് ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് നമ്മുടെ IB വാല്യൂ 0 ആയിരുന്ന സമയത്തുള്ള ഗ്രാഫ്. IB ഈസ് ഈക്വൽ ടു 0. ഇനി IBയുടെ വാല്യൂ 50 മൈക്രോ ആമ്പിയർ ആവുന്ന സമയത്തോ ഈ രീതിയിൽ എന്ത് കിട്ടും? നമുക്കിവിടെ ഗ്രാഫ് കിട്ടും. എന്താണ്? IB ഈസ് ഈക്വൽ ടു 50 മൈക്രോ ആമ്പിയർ. ഓക്കെ. 50 മൈക്രോ ആമ്പിയർ. അടുത്ത വീണ്ടും നമ്മൾ IB കൂട്ടുന്നു. ഓക്കെ. IB കൂട്ടുന്ന സമയത്ത് ചെറിയൊരു കൂടുതൽ വരുന്നുണ്ട്. അടുത്തത് വീണ്ടും അതുപോലെ തന്നെ പോകുന്നുണ്ട്. അടുത്ത് വീണ്ടും ഇൻക്രീസ് ചെയ്ത് ഫർദർ ഇൻക്രീസ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഇതുപോലത്തെ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് IC വാരീസ് വിത്ത് VC ഓൺലി ഫോർ VC ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ. അതായത് ICയുടെ വാല്യൂ VCക്ക് അനുസരിച്ചിട്ട് ആ 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ഒരു വാല്യൂഷൻ നമുക്ക് അവിടെ വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ IBയുടെ വാല്യൂ നോക്കിയാലും ഒരു ചെറിയൊരു വാല്യൂ. ഓക്കെ. ഇവിടെ ചെറിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് മാത്രം. 0 1 എന്ന് വെച്ചാൽ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട്. ഓക്കെ. ഇവിടെ നമുക്ക് 0 1 നമുക്ക് ഈ ഒരു ആക്സിസിൽ പറയുന്നത്. അപ്പോൾ അവിടെ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? പിന്നീട് അങ്ങ് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. പിന്നെ എന്ത് ചെയ്യുന്നില്ല? അവിടെ കൂടുന്നില്ല. ഫർദർ അവിടെ ഇൻക്രീസിങ് നമുക്ക് അവിടെ വരുന്നില്ല. IC റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ. ICയുടെ വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു പാർട്ടിക്കുലർ വാല്യൂ വരുന്ന സമയത്ത് അത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്? IC അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദ വാല്യൂ VC അപ് ടു വിച്ച് IC ചേഞ്ച് വിത്ത് VC. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ 0ക്കും 1നും ഇത് ഞാൻ ഇവിടെ നമ്പേഴ്സ് ഞാൻ എഴുതിയില്ല. എന്നാലും എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ 0 1 2 3 ഇങ്ങനെ എഴുതി പോവുള്ളൂ. ഈ ഒരു ചേഞ്ച് ഇത്രയും ഇറങ്ങി പോകില്ല കേട്ടോ. കുറച്ചുകൂടി ഇങ്ങോട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. ഞാനൊന്ന് ഇങ്ങോട്ട് വരച്ച് എഴുതാം. ഓക്കെ. അപ്പോൾ 0 1 2 3 4 ഇങ്ങനെയാണ് ആ ഒരു ആക്സിസ് അവിടെ പോകുന്നത്. അപ്പോൾ ഏകദേശം 1 വരെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻക്രീസിങ് കാണുന്നത്. അപ്പോൾ ഈ 1 വരെയുള്ള ഇൻക്രീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നീ വോൾട്ടേജ് ആണ്. ഓക്കെ. എന്താണ്? നീ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ ഒരു ഇൻക്രീസിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നീ വോൾട്ടേജിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിലെ PN ജംഗ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? അവിടെ കറണ്ട് അവിടെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നില്ല? വേരിയേഷൻ അവിടെ നമുക്ക് വരുന്നില്ല. ഓക്കെ. പിന്നീട് ഒരു വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? അവിടെ വരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? അത് അവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ തുടരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ എപ്പോഴും നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് ഈ നീ വോൾട്ടേജിന് മുകളിലോട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ ഓപ്പറേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നീ വോൾട്ടേജ് മിനിമം വോൾട്ടേജ് നമ്മൾ ട്രാൻസിസ്റ്റർ നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്ന ഒരു മിനിമം വോൾട്ടേജ് നമ്മൾ എന്ത് പറയുന്നത്? നീ വോൾട്ടേജ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നീ വോൾട്ടേജിന് അപ്പുറത്ത് എന്ത് ചെയ്യത്തില്ല? ഇതവിടെ
താഴോട്ട് എന്ത് ചെയ്യത്തില്ല, അവിടെ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടർ പറഞ്ഞു, ഇൻപുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്പുട്ട് ക്യാരക്ടർ ആണ്. അപ്പോൾ ഇനി ഔട്ട്പുട്ട് ക്യാരക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ സാധാരണ ഒരു ഔട്ട്പുട്ട് സെക്ഷനോട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിനൊരു ഇറ്റ്സെൽഫ് ആയ ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, നോർമലി നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്ന പോലെ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിന് തന്നെ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് കമ്പൗണ്ട്സ് ഒക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എങ്ങനെ എടുക്കാം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 എന്നാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, R0. അപ്പോൾ R0 എത്ര കിട്ടും? R0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ VCE ഡിവൈഡ് ബൈ ഡെൽറ്റ IC. എന്തുകൊണ്ട്? അവിടുത്തെ റെസിസ്റ്ററും അവിടുത്തെ കറണ്ടും, സോറി വോൾട്ടേജും. ഓക്കെ, അത് കോൺസ്റ്റന്റ് IB. ഓക്കെ, എപ്പോഴാണ് IB കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് ഡെൽറ്റ VC ബൈ ഡെൽറ്റ IC നമ്മൾ എന്ത് പറയുന്നത്, R0 നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, എന്താ പറയാം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്കിവിടെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു CB കോൺഫിഗറേഷൻ എന്നവിടെ പറയുന്നത്. എന്താണ് CB കോൺഫിഗറേഷൻ? ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ആ ഒരു സർക്യൂട്ട് കൊടുക്കുന്നു, അവിടെ എന്താണ് കോൺസ്റ്റന്റ് ആക്കേണ്ടത്, എന്താണ് മാറ്റേണ്ടത് എന്ന കാര്യം മാത്രം അവിടെ നോക്കിയാൽ മതി. ബാക്കി ഒന്നിലും എന്തില്ല, വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം തന്നെ നമുക്കിവിടെ വരുന്നത്. ഓക്കെ, മെത്തേഡ്സ് എല്ലാം സെയിം തന്നെയാണ്. വാല്യൂസിലൊക്കെ മാത്രമേ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ CE കോൺഫിഗറേഷനും എന്തുണ്ട്, CE കോൺഫിഗറേഷനും അതിൻ്റെതായ രീതിയിലുള്ള എന്തുണ്ട്, ദർ വിൽ ബി എ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, എന്തുണ്ട്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ? നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇവിടെ യൂസ് ചെയ്ത ബീറ്റ എന്ന ടേം. കഴിഞ്ഞ ദിവസം നമ്മൾ ആൽഫ അല്ലേ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ബീറ്റ എന്ന ടേമാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് ആൻഡ് ദ ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ഇൻപുട്ട് കറണ്ട് ആണ്. സോ ഇവിടെ ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ IC divided by delta IB. Okay, delta IC divided by delta IB at a constant VCE. VCE കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏകദേശം ഈ ഒരു ബീറ്റയുടെ വാല്യൂ 20നെ കാട്ടി അവിടെ എന്തായിരിക്കും, അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, 20നെ കാട്ടി കൂടുതൽ 20 to 500 റേഞ്ചിലാണ് ബീറ്റയുടെ വാല്യൂ നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റയുടെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, റേഷ്യോ ഇൻ ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറന്റ് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറന്റ്. ഓക്കെ, ഔട്ട്പുട്ട് കറന്റിനും ഇൻപുട്ട് കറന്റും തമ്മിലുണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ത് പറയുന്നത്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡ് ബൈ ഡെൽറ്റ IB ആണ് അറ്റ് കോൺസ്റ്റന്റ് VCE. കോൺസ്റ്റന്റ് VCE. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. ഓക്കെ, ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് ചോദിക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം. നമുക്കിപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറും ബാക്കിയുള്ള നമ്മളോട് പറഞ്ഞു. ഇനി അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, ഓക്കെ, ഒരു കോൺഫിഗറേഷൻ. അപ്പോൾ ഇത്രയാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്, ഇത്രയാണ് നമുക്ക് അതിൽ പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, മെൻഷൻ ചെയ്തതായിട്ട് വരുന്നത് കംപ്ലീറ്റ് ആ ഒരു സ്കിൽ ഇപ്പോൾ ഞാൻ എത്തിക്കുവാണ്. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കേണ്ടത്, നമുക്കവിടെ കളക്ടർ കറണ്ട് ഒരു എക്സ്പ്രഷൻ വേണ്ടി, ഔട്ട്പുട്ടിൽ എത്ര കറണ്ട് കിട്ടുമെന്ന് പറയണമെങ്കിൽ നോക്കിയാൽ നമുക്ക് കളക്ടർ കറണ്ട് അറിയണം. അപ്പോൾ കളക്ടർ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പ്രഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതിൽ കളക്ടർ കറണ്ട് എക്സ്പ്രഷൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് നമുക്ക് എഴുതാം കളക്ടർ കറണ്ട് എക്സ്പ്രഷൻ ഫോർ collector current. ഇതില് ഇൻപുട്ട് സെക്ഷൻ IB ആണ്. ഓക്കെ, IB ആണ് ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, IC ആണ്. ഓക്കെ, ഔട്ട്പുട്ട് കറണ്ട് അതിൽ IC ആണ് എന്ത്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര കറണ്ട് കിട്ടുന്നു എന്ന കേസിലാണ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം IE. ഓക്കെ, IE ഈസ് ഈക്വൽ ടു, ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. കാരണം നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എവിടെയാണ്? ഇൻപുട്ടിൽ നിന്നല്ല, നമ്മൾ നോർമലി ഉള്ള ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. എമിറ്റർ കറണ്ട് IC പ്ലസ് IB എന്ന രീതിയിൽ അവിടെ പോകുന്നു നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു IB പ്ലസ് IC കിട്ടുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആ ഒരു IC വാല്യൂവിന്, ഓക്കെ, നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ടല്ലോ ICക്ക്. ICയുടെ ഇക്വേഷൻ കഴിഞ്ഞ ഇത് പഠിച്ചതിൽ ICക്ക് ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നു. IC ഈസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ബേസ് കളക്ടർ ബേസ് കറണ്ട്. ഓക്കെ, അതാണ് ICBO എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എഴുതി എന്താണ്, IC ഈസ് ഈക്വൽ ടു ആൽഫ IE പ്ലസ് ICBO. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഈ ഐയുടെ ഇക്വേഷനിലോട്ട് ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എനിക്ക് നിൽക്കുന്ന വാല്യൂ എന്ത് തന്നെയാണ്, IE തന്നെയാണ്. ഈ IEനെ എടുത്ത് ഞാൻ ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് IC ഈസ് ഈക്വൽ ടു ആൽഫ IE. ഓക്കെ, ഐക്ക് എന്ത് കൊടുക്കാം, IB പ്ലസ് IC എന്ന് കൊടുക്കാം. ഓക്കെ, IB പ്ലസ് IC നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, IE പ്ലസ് IB നമ്മൾ എന്ത് ചെയ്തു, IC പ്ലസ് IB എന്ന കാര്യം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ എന്തുണ്ട്, പ്ലസ് ICBO. ഓക്കെ, പ്ലസ് ICBO. അപ്പോൾ IC ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു IB പ്ലസ് IC പ്ലസ് ICBO എന്ന് കിട്ടി. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാലോ. ഇവിടെ നമുക്ക് ആൽഫ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാം, ഒന്ന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഇസ് എന്ത് കിട്ടും, ദാറ്റ് ഇസ് IC ഇസ് ഈക്വൽ ടു ആൽഫ IB പ്ലസ് ആൽഫ IC പ്ലസ് ICBO. ഓക്കെ, ICBO റീഅറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് 1 മൈനസ് ആൽഫ IC എന്ന് കിട്ടും. ഓക്കെ, 1 മൈനസ് ആൽഫ IC വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ IB പ്ലസ് ICBO. ഓക്കെ, പ്ലസ് ICBO എന്ന് കിട്ടി. മനസ്സിലായോ? വേറെ ഒന്നും ചെയ്തില്ല, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, വേറെ ഒന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൽഫ ഉണ്ട്, നമുക്കൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ 1 മൈനസ് ആൽഫ കൊണ്ട് എന്ത് ചെയ്തു, ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പോകും. ഓക്കെ, ദാറ്റ് ഈസ് ഡിവൈഡിങ് വിത്ത് എന്താണ്, 1 മൈനസ് ആൽഫ. 1 മൈനസ് ആൽഫ എന്ന ടേം കൊണ്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും, 1 മൈനസ് ആൽഫ ഇവിടെ വരും. ഇവിടെ എന്ത് വരും, ഒരു 1 മൈനസ് ആൽഫ വരും. ഇവിടെ എന്ത് വരുന്നു, ഒരു 1 മൈനസ് ആൽഫ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അവിടെ ക്യാൻസൽ ആവും. ക്യാൻസൽ ആയിട്ട് IC is equal to alpha IB divided by 1 minus alpha. Okay, 1 minus alpha plus 1 by 1 minus alpha into എന്ത് കിട്ടും, 1 by 1 minus alpha into ICBO. എന്താണ്, ICBO എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ബേസ് ഓപ്പൺ ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ബേസ് എന്താണ്, ബേസ് റീജിയൻ ഇവിടെ, ബേസ് റീജിയൻ ഓപ്പൺ മീൻസ് എന്താണ്, സിഗ്നൽ നമ്മളിവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ബേസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ടേം എന്തായി പോകും, 0 ആയിട്ട് പോകും. ഓക്കെ, ദാറ്റ് ഇസ് പുട്ടിങ് IB ഈസ് ഈക്വൽ ടു 0. IB ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. സിഗ്നൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, 0 എന്ന കണ്ടീഷൻ എടുത്തൂടെ. ഓക്കെ, IB അവിടെ ഓപ്പൺ എന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, ഓപ്പൺ അനാലിസിസ് ഓപ്പൺ എന്ന കണ്ടീഷൻ പറയാം. അങ്ങനെയാണെങ്കിൽ ICയുടെ വാല്യൂ എന്തായിട്ട് മാറുന്നു, IC വാല്യൂ വിൽ ചേഞ്ചസ് ടു IC ഈസ് ഈക്വൽ ടു 1 by 1 മൈനസ് ആൽഫ ഇൻറ്റു ICBO. ഓക്കെ, ICBO നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു കളക്ടർ വിത്ത് ബേസ് ഓപ്പൺ എന്ന കണ്ടീഷൻ നമ്മൾ ഈ ICBO എന്ന് പറയുന്നത്. ഓക്കെ, കളക്ടർ കറണ്ട് അറ്റ് ബേസ് ഓപ്പൺ, ICBO ബേസ് ഓപ്പണിന്റെ ഓയാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഈ ഒരു ടേം നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇതിൽ തന്നെ ബേസ് ഓപ്പൺ ആക്കിയിട്ട് ICEO എന്നാക്കിക്കൂടെ, അതായത് കളക്ടർ വിത്ത് ബേസ് ഓപ്പൺ നമുക്ക് IEO എന്നാക്കാം. ഓക്കെ, എന്താണ് IEO, IEO അതായത് എന്താണ് ICEO. ഓക്കെ, അടുത്ത കളക്ടർ എമിറ്റർ ഓപ്പൺ. ഓക്കെ, എമിറ്റർ ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു കേസിൽ പറഞ്ഞാൽ ഈക്വൽ ടു 1 മൈനസ് 1
1/1 - ആൽഫ ഇൻറ്റു IC/BO എന്ന് പറയാം. ഓക്കെ, IC/BO. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന് നമുക്ക് തൊട്ട് മുൻപത്തെ ഇക്വേഷനിലോട്ട് നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഞാൻ നമ്പർ ഇട്ടിട്ടില്ലായിരുന്നു. നമുക്ക് ഇക്വേഷൻ നമ്പർ ഇല്ല. ഈ ഒരു ഇക്വേഷൻ കേട്ടോ, ICയുടെ ഇക്വേഷൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇപ്പോൾ കിട്ടിയ വാല്യൂ. ഓക്കെ, ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ICയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? IC, അതായത് ഈ ഇക്വേഷൻ നേരെ എടുത്ത് ഇവിടെ കൊടുക്കുക, ഇതിലോട്ട് ടെക്സ്റ്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, ഞാൻ നമ്പർ ഇടാനായിട്ട് മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് IC is equal to α/1 - ആൽഫ ഇൻറ്റു IB പ്ലസ് ഇത്രയും ടേമിന് പകരം എന്ത് കൊടുക്കാം? ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ്? IECO. ഓക്കെ, ICEO. ഓക്കെ, ICEO നമ്മൾ എന്ത് ചെയ്തു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ ഈ കിട്ടിയ ടേമിന് നമ്മൾ എന്ത് പറയുന്നത്? ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയ ടേം ഉണ്ടല്ലോ, α/1 - ആൽഫ. ഓക്കെ, α/1 - ആൽഫയാണ് എന്ത്? ബീറ്റ എന്ന് നമ്മളിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് IC is equal to ബീറ്റ IB. ഓക്കെ, ബീറ്റ IB പ്ലസ് ICEO. ഓക്കെ, ഇതാണ് എന്ത്, അവിടുത്തെ ബീറ്റ എന്ന് പറയുന്ന ടേമിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, അതായത് കളക്ടർ കറണ്ടിന്റെ ടേംസിലുള്ള ബീറ്റയുടെ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് IC is equal to ബീറ്റ ഇൻറ്റു IB പ്ലസ് ICEO എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പൺ കളക്ടർ എമിറ്റർ ഓപ്പൺ കറണ്ട് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ടേമിൽ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം കൂടി അവിടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ ആണോ? ഇതിനെ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഓക്കെ, ICയുടെ ഇക്വേഷൻ നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ് IC എന്ന കേസ് അവിടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതായത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ICയുടെ വാല്യൂ പ്രോബ്ലം സെക്ഷനിൽ ചോദിക്കുമ്പോൾ നമുക്കത് എഴുതാം. ലാസ്റ്റ് സെക്ഷൻ നമുക്ക് പ്രോബ്ലം സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 1-2 പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്. മുൻപത്തെ സിലബസുകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സെക്ഷൻ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ആൻഡ് ഓൾസോ ദ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ നമുക്കതിൽ ബാക്കി എല്ലാ കേസും അതുപോലെ തന്നെ വരും. നമുക്ക് കറന്റ് ആംപ്ലിഫിക്കേഷൻ ഗാമ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗാമ എന്നാണ് കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു കേസ് നോക്കണം. പിന്നീട് ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്. ഓക്കെ, ആൽഫയും ബീറ്റയും ഗാമയും തമ്മിൽ റിലേഷൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അതിൽ ആ ഒരു കളക്ടർ കോൺഫിഗറേഷൻ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യും. കാരണം ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ച് പഠിപ്പിച്ച് നമുക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ആ ഒരു കളക്ടർ കോൺഫിഗറേഷൻ അവരുടെ റിലേഷൻ കൂടി പഠിപ്പിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്ന ആപ്ലിക്കേഷനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് അവിടെ സ്വിച്ച് ആയിട്ട് ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്വിച്ച് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് ആംപ്ലിഫയേഴ്സ് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ആംപ്ലിഫയർ ആണ് നമുക്ക് അതിൽ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ ഒരു കണ്ടീഷൻ കാര്യം, അതായത് ഇവിടെ ഏത് കോൺഫിഗറേഷൻ കൊടുത്താലും എങ്ങനെ കണക്ട് ചെയ്താലും എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബേസ്ഡ് ആയിരിക്കണം. കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം, റിവേഴ്സ് ബേസ്ഡ് ആയിരിക്കണം. ഓക്കെ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബേസ്ഡ്. ഓക്കെ, എമിറ്റർ ഇവിടെയാണ്, ബേസ് ഇവിടെ, എമിറ്റർ ഇതാണ്, ബേസ് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇത് നമ്മളൊരു NPN ട്രാൻസിസ്റ്റർ ആണ്, NPN. ഓക്കെ, NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നോക്കിയേ, ഇവിടെ എന്ത് തന്നെയാണ്, ബേസ് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇവിടെ എന്തായിരിക്കും, ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. കളക്ടർ ബേസ് ജംഗ്ഷൻ നോക്കിയേ, N ഇവിടെ പോസിറ്റീവ് ഉണ്ടോ, എന്നിന്റെ ഇവിടെ നിന്നാണ് വീണ്ടും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് റിവേഴ്സ് ബയാസിങ് കണ്ടീഷനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് അവിടെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് അവിടെ എന്ത് ചെയ്യും, തെർമൽ റണ്ണവേക്ക് സംഭവിച്ച് പോകും. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ ഒരു കേസിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന കണ്ടീഷൻ നമ്മൾ വീണ്ടും അവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, കാരണം എങ്ങനെയാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്, എങ്ങനെ നമുക്ക് കളക്ടർ ആംപ്ലിഫയർ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ CE കോൺഫിഗറേഷൻ ആണ്. CE കോൺഫിഗറേഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. CC കോൺഫിഗറേഷൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.